പാരിയത്തുകാവ് കുടിയൊഴിപ്പിക്കൽ ഹൈക്കോടതിയെ അടിയന്തരമായി സമീപിച്ച് സർക്കാർ. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഉത്തരവിലെ തുടർ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് നൽകിയ ഹർജി ഇന്ന് കേൾക്കും. ജൂൺ 9 കേൾക്കാൻ മാറ്റിയ ഹർജിയാണ് ഇന്ന് പരിഗണിക്കുക. വിഷ്ണുപ്രകാശ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. വിഷ്ണു, എപ്പോഴാണ് ഹർജി കോടതി പരിഗണിക്കുക? വിശദാംശങ്ങൾ എന്തൊക്കെ? ഇന്ന് രാവിലെ തന്നെ ജസ്റ്റിസ് PR രവിയുടെ ബെഞ്ചാണ് ഈ ഒരു ഹർജി പരിഗണിക്കുക. നേരത്തെ ആദ്യം ഒരു തവണ പോലീസ് ഇത്തരത്തിൽ സംഘർഷാവസ്ഥ സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു ഉത്തരവ് നടപ്പാക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അത് തുടർ നടപടി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റൂറൽ SP അതുപോലെ തന്നെ സ്ഥലം SHOയും ഒരു ഹർജി നൽകിയിരുന്നു. അത് ആദ്യം ഹൈക്കോടതി പരിഗണിച്ച് 2 ആഴ്ചത്തെ ഒരു സാവകാശം സർക്കാരിന് നൽകിയിരുന്നു. ജൂൺ 9 വരെ ഇതിൻ്റെ തുടർ നടപടികൾ പാടില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു അന്ന് ഹൈക്കോടതി എടുത്തിരുന്നത്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം പെരുമ്പാവൂർ മുൻസിഫ് കോടതി വീണ്ടും ഈ ഒരു തുടർ നടപടി ഇത് കുടിയൊഴിപ്പിക്കൽ നടപടി പൂർത്തിയാക്കി അതിൻ്റെ റിപ്പോർട്ട് ജൂൺ 9 സമർപ്പിക്കണമെന്ന ഒരു ഉത്തരവ് വന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സർക്കാർ അടിയന്തരമായി ഒരു ഹർജി കേൾക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പെരുമ്പാവൂർ മുൻസിഫ് കോടതി നിർദ്ദേശിച്ചത് പ്രകാരം ജൂൺ 9 ഇതിൻ്റെ തുടർ നടപടികൾ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന ഒരു നിർദ്ദേശമാണ് വന്നിരുന്നത്. നേരത്തെ 9 തീയതി വരെയായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഇത് താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ടിരിക്കുന്ന സാവകാശം സർക്കാരിന് ലഭിച്ചത് 9 തീയതി വരെയായിരുന്നു. അതിനിടയിൽ തന്നെ ഈ കഴിഞ്ഞ കാലയളവിലൊക്കെ റോജി M. ജോൺ MLA നേതൃത്വത്തിൽ ഒരു സമവായ ശ്രമങ്ങളും ഇവരെ ഈ കുടിയൊഴിപ്പിക്കൽ ബാധിക്കുന്ന ആളുകളുമായിട്ടുള്ളൊരു സംസാരവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിലൊരു നടപടി ഇപ്പോൾ വന്നിട്ടില്ല, അതായത് സമവായത്തിൽ എത്താൻ സാധിച്ചിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവ് കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ സർക്കാർ അടിയന്തരമായി നീക്കിയിരിക്കുന്നത്. ഇതിൽ ഹൈക്കോടതി നിർദ്ദേശം മറികടക്കുന്നതാണ് പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവ് എന്നുള്ള കാര്യങ്ങൾ അടക്കം ഈ ഒരു അപേക്ഷയിൽ സർക്കാർ സമർപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ന് രാവിലെ ജസ്റ്റിസ് TR രവിയുടെ ബെഞ്ച് ഇതിൽ ഒരു വാദം കേൾക്കും. അതിനുശേഷം ഉള്ള ഒരു നടപടിയാണ് ഇനിയിപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. കാരണം വലിയ രാഷ്ട്രീയമായ അടക്കം ഈ VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം CPMന്റെ ഭാഗത്തുനിന്ന് വലിയൊരു രാഷ്ട്രീയ സമരം അല്ലെങ്കിൽ രാഷ്ട്രീയ ആയുധമായി എടുത്ത ഒരു സംഭവം കൂടിയാണ് ഈ ഒരു പാരിയത്തുകാവ് കുടിയൊഴിപ്പിക്കൽ എന്ന് പറയുന്നത്. 9ഓളം കുടുംബങ്ങളാണ് അവിടെ നിൽക്കുന്നത്. ഈ കുടുംബങ്ങൾ ആരും ആ ഒരു ഭൂമി വിട്ടു പോകാൻ ഉള്ള ഒരു തയ്യാറെടുപ്പിൽ അല്ല. അവർ പറയുന്ന ഒരു ആവശ്യം, അവർ നിൽക്കുന്നത് പുറമ്പോക്ക് ഭൂമിയിലാണ്. അപ്പോൾ ആ പുറമ്പോക്ക് ഭൂമി അളന്നുകൊണ്ട് അത് റീസർവേ ചെയ്യാനുള്ള ഹൈക്കോടതിയുടെ അടക്കമുള്ള ഉത്തരവുകളുണ്ട്. അപ്പോൾ അത് ആണ് ആദ്യം ചെയ്യേണ്ടത് എന്നുള്ളൊരു നിർദ്ദേശമാണ് അവിടെ താമസിക്കുന്ന ആളുകൾ പറയുന്നത്. പക്ഷേ സർക്കാർ അടക്കം കഴിഞ്ഞ ദിവസം VD സതീശൻ നിയമസഭയിൽ ഇവരെ പുനരധിവസിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നിയമസഭയിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഈ കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ നിലവിൽ ഇവർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒഴിപ്പിക്കൽ നടപടിയുമായി മുന്നോട്ട് പോയാൽ, പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവ് പ്രകാരം ഒഴിപ്പിക്കൽ നടപടിയുമായി മുന്നോട്ട് പോയാൽ ഇത് വലിയൊരു സംഘർഷ സാധ്യതയിലേക്ക് പോകും. പെരുമ്പാവൂർ മുൻസിഫ് കോടതി ഇപ്പോൾ പോലീസിനടക്കമുള്ളവർക്ക് ഈ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതായത് ഒഴിപ്പിക്കൽ നടപടിയുമായി വരുന്ന ആമീൻ അടക്കമുള്ള അതിൻ്റെ അഭിഭാഷക കമ്മീഷൻ അടക്കമുള്ള ആളുകൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള നിർദ്ദേശം കൂടി കഴിഞ്ഞ ദിവസത്തെ ഉത്തരവിൽ പെരുമ്പാവൂർ മുൻസിഫ് കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ സർക്കാർ അടിയന്തരമായി ഒരു നീക്കം, ഈ ഹർജി എത്രയും വേഗം തന്നെ, അതായത് 9 തീയതി പരിഗണിക്കേണ്ട ഹർജി അത് ഇന്ന് തന്നെ പരിഗണിച്ച് അതിൽ എന്തെങ്കിലും തരത്തിലൊരു സാവകാശം കിട്ടുമോ എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്.